എല്ലാ വണ്ടിയും വരുന്നുണ്ടല്ലേ 3 വരെ പറഞ്ഞിട്ട് ഇപ്പൊ 5-6 പേരുണ്ടല്ലോ. കൊറേ നേരം ഏട്ടാ തിരക്ക് പോണാ അടിപൊളി ഡ്രൈവടാ. സോറി ഫോർ ഡിലേ. നമ്മള് ഓക്കെ ബ്രോ. അപ്പൊ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ നിങ്ങളുടെ ലീഡർ വന്നിട്ടുണ്ടോ ബ്രോ? എന്താ ബ്രോ? ലീഡർ വന്നിട്ടുണ്ടോ ബ്രോ? നിങ്ങളെ ലീഡേഴ്സ് ബ്രോ ഞാൻ കാര്യം ഈ ലീഡറിന്റെ കാര്യം അന്വേഷിക്കുന്നില്ല ബ്രോ. നമ്മൾ മര്യാദക്കല്ല സംസാരിക്കും. ഇവിടെ മര്യാദക്ക് സംസാരിക്കണം. നിങ്ങൾ 4 വിളിച്ചു അതിന്റെ ഇടയ്ക്ക് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബ്രോ സംസാരിക്കണം. എന്റെ ഒരു ചന്ദ്രൻ. ബ്രോന്റെ പേരെന്താ? ബ്രോ എപ്പോഴും മാനായിട്ടല്ലല്ലോ സംസാരിക്കുന്നത്. അല്ല ബ്രോന്റെ പേരെന്താ? ബ്രോന്റെ പേരെന്താ? പേര് ഫാൽക്കൺ. ഓക്കെ ബ്രോ. അതായത് ഇപ്പൊ സിറ്റുവേഷൻ നിങ്ങൾ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നിങ്ങളെ കൂട്ടത്തിലൊരാളെ കൊന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലൊരാളെ കൊന്നില്ല. ആവപ്പാടെ ഉണ്ടായത് ഒരു ഹെലി ആക്സിഡന്റ് ആണ് അവിടെ. അതിന്റെ പേരിൽ ഈ സിറ്റുവേഷൻ എങ്ങനെ ബ്രോ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ മീറ്റിംഗ് അതിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ലൈക്ക് ചാറ്റിൽ അങ്ങനത്തെ രീതി സംസാരിച്ചത്. കാരണം മീറ്റിംഗ് ഉണ്ടാകാനുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെ മീറ്റിംഗ് വിളിക്കും? അതാണ് കോള്. നീ എന്തുവാടാ കണ്ടത് അവിടെ? ഉണ്ണിക്കുട്ടാ നീ പറയും. ബ്രോ ലീഡറാണ്? ഫാൽക്കൺ ലീഡറാണ്? അല്ല ബ്രോ, ഫാൽക്കൺ ലീഡറാണ് ബ്രോ. ഇവനാണ് ദൃക്സാക്ഷി. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നവന്. അല്ലല്ല പുള്ളി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. വേറൊരു ഹെലി വന്നു. ആ ഹെലിയിലുള്ള ആളെ നിങ്ങളെ ബ്രോ എങ്ങനെ അവിടെ അല്ല ഞാൻ ചോദിക്കട്ടെ ബ്രോ എങ്ങനെയായിരുന്നു അവിടെ ഇരുന്നത്? ഞാൻ പോണ വഴി ഏത് വണ്ടിയിൽ വന്ന്? ഞാൻ എന്റെ വണ്ടിയിൽ വന്നു. ഏത് വണ്ടി? സ്വന്തം വണ്ടിയിലോ? ബൈക്കില്. അപ്പൊ അവിടെ കണ്ടില്ലല്ലോ ബ്രോ നമ്മള്. എന്നാ പിന്നെ വേറെ കാര്യം പറയട്ടെ ബ്രോ. ഇല്ല ഇനി ഞാൻ കാര്യം പറയട്ടെ ബ്രോ. അവിടെ നിങ്ങളുടെ ആൾക്കാർ അടിച്ചിടുമ്പോ റേഡിയോ കോഴ്സും പ്രോപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഞാനാണ് ഇവിടെ ടി വി സിറ്റുവേഷനെ അടി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനാണ് ഇവന്മാരെല്ലാം ഗാംഗസിലോട്ട് തിരിച്ചു വിളിക്കുന്നത് ബാക്കിയുള്ളവരെ. അത്രയും പോരെ ബ്രോ? ബ്രോ ശരി ശരി എല്ലാം വിടും ബ്രോ. അത് കേട്ട് നിങ്ങൾ ചാറ്റ് കറക്റ്റ് ആയിട്ട് ഇടുന്നുണ്ടല്ലോ. 2 വണ്ടി ഡൗൺ അല്ല ബ്രോ. എന്നിട്ട് അത് കേട്ട് നിങ്ങൾ തന്നെ ചാറ്റ് ഇടുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ ചാറ്റ് ഇട്ട് ചൊറിയുന്നുണ്ടല്ലോ. ഹെലിയുടെ കേസ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ചാറ്റിൽ ഇത്രയും കൊണയായില്ല. എത്ര ദിവസം നിങ്ങൾ ഇങ്ങനെ വിളിച്ചു കിട്ടും? എത്ര ദിവസം വിളിച്ചു കിട്ടും? ബ്രോ സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഇപ്പം എന്തായാലും നമ്മളായിട്ട് വാറെടുക്കാൻ ഒരു മൈൻഡ്. നിങ്ങൾ ഒരു പ്രോപ്പർ സിറ്റുവേഷൻ ഇപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ തുടങ്ങിക്കോ. ഞങ്ങൾ പിന്നെ നമ്മുടെ കൂടെയുള്ള ഒരാളെ നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം ഞാൻ പറയാം. നമ്മളെ കണ്ടല്ലേ? ഓക്കെ, വണ്ടി കൊണ്ടുവന്ന് നമ്മളെ വണ്ടിയിലുള്ള 4 പേര് അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, വീരപ്പൻ വീരനായോണ്ട് ഗണ്ണ് എടുത്തിട്ട് ഇങ്ങോട്ട് വെടിവെച്ചു. അപ്പൊ നമ്മളെ കണ്ടു. അല്ല ചോദിക്കട്ടെ, എടാ ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ ചോദിക്കണം നിങ്ങളോട്. ഞാൻ ചോദിക്കണം, നമ്മളെ സിറ്റുവേഷൻ പിടിക്കാൻ വന്നിരുന്നെങ്കിൽ നമ്മൾ ഇവനെ ആദ്യമേ വന്ന് അടിച്ചേനെ. മനസ്സിലായി? ഇവനായിട്ട് ഗണ്ണെടുത്ത് നമ്മൾ അടിക്കുമ്പോ നമ്മൾ നിന്ന് കൊടുക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. വീരപ്പൻ എന്ന് പറയുന്ന ആളുടെ ജീവന് ഭീഷണി വന്നുകൊണ്ടാണ്. നിങ്ങക്ക് വാറ വിളിക്കണം, അത്രേ ഉള്ളൂ. വാറ ബ്രോ ജീവന് ഭീഷണിയില്ലേ ബ്രോ? ആണല്ലോ, സെറ്റല്ലേ? എന്തായിരുന്നു പേര്? ഫാൽക്കണ. എടാ കൂടെ ഗാങ്ങിലെ കൂടുതലാരെ പേരൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടാണ് കേട്ടാ. കൂടുതലാരെ പേര് ശരിടാ. പാണ്ടി പോട്ടോ നീ ലീഡർ ഉണ്ടായിട്ട് ഒരു കാര്യമില്ലല്ലോടാ. ഒരു കാര്യം ലീഡർ ഉണ്ടായിട്ട് ഫാൽക്കണ നീ ഇവിടെ ലീഡറായിട്ട് ഉണ്ടായിട്ട് ഒരു ഗുണവുമില്ല. സ്വന്തം ഗ്യാങ്ങിലെ പേരറിഞ്ഞിട്ടുള്ളതാണ് എനിക്ക്. സ്വന്തം ഗ്യാങ്ങിലെ പേരറിഞ്ഞിട്ടുള്ളതാ മൊന്നെ. നീ പാട്ടിന്റെ കസറ്റോടേക്ക് വരുമ്പോ വാടേ 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 വാ വാ വാ.
വാടാ വാ സ്വന്തം ഗ്യാങ്ങിലുള്ള എന്റെ പേരടാ. എന്നിട്ടാണ് അവൻ അവിടെ മറ്റേ ലീഡ് റൂമാ നടക്കണം. കേറ് 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 കേറ്. സ്വന്തം ഗ്യാങ്ങിലെ ലീഡർ അവന് പേരോ കൂടുതലാ. അപ്പക്കൊട്ട ഉണ്ടിക്കൊട്ടൊക്കെ റിജക്ട് ചെയ്തോട്ടെ. അവര് വാറ വിളിച്ച് മുമ്പിക്കൊണ്ടിരിക്കട്ടോ. ഇനി കളിക്കണ്ട പറയും. നമ്മള് മര്യാദ സംസാരിക്കുമ്പോഴത്തേക്ക് അമ്മമാരെ കോണയല്ലേ. റിജക്ട് ചെയ്തിട്ടോ മര്യാദ കളിക്കണ്ട. സംസാരിക്കാൻ വന്നപ്പോഴത്തേക്ക് അമ്മമാർക്ക് കോണ. ഇനി അമ്മമാര് കളിക്കണ്ട. അത്ര നേരം മര്യാദയ്ക്ക് വാറ അടിച്ചിട്ട് പോട്ടെ സിറ്റുവേഷൻ അലമ്പാക്കണ്ട അവനടുത്ത് വാറ വിളി അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോടാ തീട്ടമ്മേ. എന്നാ പിന്നെ അവന് കളിക്കണ്ട. അവൻ അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. അവന്റെ വീരപ്പങ്കുറുപ്പ് അവിടെ ഊവി ചത്തതും വെച്ച് അവിടെ ഇരിക്കട്ടെ. കരയാൻ കളിക്കുന്നില്ല. വാറ കളിക്കുന്നില്ല. മര്യാദയ്ക്ക് വാറ കളിക്കാന്ന് പറഞ്ഞപ്പോ അവന്റെ മറ്റേടത്ത കോണയാടി അവിടെ വെച്ചോണ്ടിരിക്കട്ടെ. എത്ര ഉള്ളു ഇന്ന് ആരും ഇവിടെ ഇറങ്ങുന്നില്ല. അവന്റെ സസ്പെൻഷൻ വെച്ച് അവിടെ ഇരിക്കട്ടെ. വീരപ്പന് ചത്ത വീഡിയോ 10 വട്ടം കണ്ടോണ്ടിരിക്കാൻ പറഞ്ഞു. വലിയ മാസം അടിച്ച് വന്നല്ലേ. ഇങ്ങോട്ട് വിളിച്ചൊന്നുമല്ലേ. മറ്റേ വണ്ടി കൊണ്ട് തള്ളിക്കൊണ്ട് വന്നല്ലേ. ഹെലിയും കൊണ്ട് വന്ന് അതിന്റെ പുറകെ മറ്റേ വണ്ടി കൊണ്ട് ഹെലി ഓടിക്കാൻ ഇറങ്ങാൻ അറിഞ്ഞുകൂടാതെ കൂടെ ഉള്ളവരെ കൊണ്ട് കൊല്ലിച്ച് മറ്റേ ചാരി ഇറങ്ങി വെടിക്ക് ഇറങ്ങി ചത്തിട്ട് ഇനി ഒരു സിറ്റുവേഷൻ വേണം. അവിടെ ഇരിക്കാൻ പറയാം. എടുക്കുന്നില്ല. അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത്രേ ഉള്ളു. അവിടെ ഇരിക്കട്ടെ. അത്രേ ഉള്ളു. ഫസ്റ്റ് സ്റ്റേഷൻ ഇടിച്ചിരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. മര്യാദയ്ക്ക് ഒന്ന് സംസാരിച്ചിട്ട് വാറ വിളിച്ച് വിളി അക്സെപ്റ്റ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ലീഡറായിട്ട് കാണുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. അവനെ ഇതുവരെ ആയിട്ട് ലീഡറായിട്ട് ഞാൻ കാണുന്നില്ല. ബാക്കിയുള്ളവരെയാണ് അവിടെ ലീഡറായിട്ട് കാണുന്നത്. എന്നിട്ട് അവൻ ഇരുന്നിട്ട് പറയുന്നത് ലീഡർ ഉണ്ടാന്ന് മറ്റേ ചുണ്ണി ശബ്ദം വെച്ചിട്ട് എന്തിനു പറയാൻ. ലീഡറായിട്ട് തോന്നുന്നു ഇല്ല. പിന്നെ എന്തിനു പറയാൻ. ഇവന്മാരായിട്ടുള്ള വാറ ഇനി വാസു വന്നിട്ട് അടിക്കുന്നുള്ളൂ. അത്ര ഉള്ളു. ഇവന്മാർക്കല്ലേ ലീഡറിനെ കണ്ടല്ലേ പറയുന്നത്. വാസു വന്നിട്ട് ഇവന്മാരായിട്ടുള്ള വാറ അടിക്കുന്നുള്ളൂ. വാസു വന്നിട്ട് വാസിനെ വെച്ചിട്ട് വീട്ടിൽ വിളിച്ച് സംസാരിച്ചിട്ട് ഇവന്മാർ അടിക്കുന്നുള്ളൂ. അതാണ് ഒരു മാറ്റമില്ല. ഇട്ടാ മതി. ഈ റീസൺ ഇട്ടാ മതി. ഫാൽക്കൺ ലീഡർ പറഞ്ഞു ലീഡർ എവിടെ പോയി. ഇനി ലീഡർ വന്നിട്ട് നീക്കായിട്ടുള്ള റിജക്ട് ചെയ്യുമ്പോ റീസൺ ഇടണോ. ആ റീസൺ ഇതിട്ടാ ഈ റീസണും കിട്ടാതെ. ഇനി വാസ്തവം വന്നിട്ട് ഇവന്മാരെ അടിച്ചാ മതി. അത്രേ ഉള്ളൂ. റീസൺ അതാണ്. നമ്മള് നല്ല രീതിയിലല്ലേ പറഞ്ഞ ലീഡറാ. അവന്മാര് പറയുന്ന ലീഡർ ഇല്ല. അമ്മമാർക്ക് ലീഡർ ഉള്ളപ്പോ വാറ അടിച്ചാൽ നിങ്ങൾക്ക് ലീഡർ ഉള്ളപ്പോ അടിക്കാം. നമുക്കത് മതി. നമ്മള് അമ്മമാർക്കല്ലേ വാറ. നമ്മൾ ആദ്യം പറഞ്ഞു പ്രോപ്പർ ആയിട്ടൊരു സിറ്റുവേഷൻ എടുത്തു പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഇതിൽ കൂടുതൽ എന്തിനാണ് വേണ്ട. നമ്മളെ കൂട്ടത്തിൽ കൊന്നു. ഞാൻ പറഞ്ഞു എന്നാ ഓക്കെ വാറിട് നിങ്ങൾ വാറ വിളി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അത്ര നേരം മര്യാദ സംസാരിച്ചുകൊണ്ടിരുന്നമാര് മറ്റേ നീ പോടാ ചന്ദ്ര മറ്റേടത്തോടാ മറ്റേ തീട്ടമ്മേ എന്നൊക്കെ വിളിച്ചൊന്ന് തുടങ്ങിയടാ. അത്ര നേരം ഒരു ഗുണമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്നാ പിന്നെ ഇനി വിളിക്കുന്നില്ല. അവന്മാരെ വിളിച്ചിട്ടേ വേറെ വിളിച്ചിട്ട് റിജക്ട് ചെയ്ത് കൊടുത്തുവിടാം. നമുക്ക് തന്നെ കളിക്കണം. സത്യം പറഞ്ഞ അവന്മാരെ വിഷമം അതാണ്. എനിക്കത് പിടിച്ചത് ഇതെങ്കിലും മാറ്റാൻ വേണ്ടിട്ടൊക്കെ നോക്കിയാണ്. സ്രാങ്ക് ചോദിക്കണേ നിങ്ങളിത് എത്ര ദിവസം എക്സ്റ്റെൻഡ് ചെയ്യും ബ്രോ എന്ന്. മറ്റേ അന്ന് നമ്മളപ്പോ എന്തൊരു പറഞ്ഞു നീ ഉണ്ടയില്ല വണ്ടിയില്ല അണ്ടിയില്ല കൊട്ടയില നടന്നാ വരാ. അന്ന് ഇവന്മാര് ഇറങ്ങിപ്പോയപ്പോ നമ്മൾ എന്തൊരു വണ്ടി എടുത്ത് ഇവന്മാര് സിറ്റിസൺ ആയപ്പോ അടിച്ചു കൊന്നു. അവിടെ ആരെങ്കിലും ചെയ്താ സംസാരിക്കാൻ ചെല്ലുമ്പോ മര്യാദയ്ക്ക് സംസാരിക്കാത്ത പിന്നെ എന്തൊരു പറയാൻ. ഇത്ര മര്യാദയ്ക്ക് വാറ വിളിച്ച് തീർക്കാൻ നോക്കുമ്പോഴത്തേക്ക് പിന്നെ അവന്മാർക്ക് അപ്പൊ ഉടനെ ഏത് അവിടെ ലീഡറിനെ എടാ ഇവൻ ലീഡർ ഇവ വന്നോട്ടെ ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം സരക്കില്ലായിരുന്നു. ലീഡർ ഉണ്ടോ? ഞാൻ പറഞ്ഞു ബ്രോ കൊണക്കല്ലേ നമ്മളിവിടെ മര്യാദയ്ക്ക് സംസാരിക്കാനാണ് വന്നത്. ലീഡർ ഇല്ലാത്തതുകൊണ്ട് കോ ലീഡേഴ്സ് വന്നേന്ന് പറഞ്ഞേ ഒന്നൊക്കെ പറഞ്ഞ് അന്നേരം നമ്മൾ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ തുടങ്ങി. ഫാൽക്കൺ ലീഡറാണ് അപ്പൊ ഇല്ലല്ല അവന്റെ പേര് അപ്പുകുട്ടനാ. അവന്റെ പേര് അപ്പുകുട്ടനല്ല. അവന്റെ പേര് ഉണ്ണിന്നാണ്. അപ്പുകുട്ട കാര്യം പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ അപ്പു അല്ല. ബ്രോ അപ്പു അല്ല ഉണ്ണി പറഞ്ഞേട്ടാ. എന്നിട്ട് നമ്മൾ കോൺവെർസേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ സമയത്ത് ഞാൻ പറഞ്ഞു ബ്രോ ലീഡർ അല്ലേ. ലീഡർ ആണെങ്കിൽ ഇവിടെ കൂടുതലുള്ള പേരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇങ്ങനെ ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ ബാബു. ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും അളിയൻ അങ്ങ് പൊളിഞ്ഞ് കയ്യിന്ന് പോയി. മനസ്സിലായില്ലേ? അളിയൻ ഇവിടെ കിടന്ന് വായി വന്ന പോലെ കുടുംബത്തില് ഞാൻ എനിക്കറിയാം ഏതെങ്കിലും കൊണ്ടുണ്ടാകുന്നത്. അച്ഛന്റെ പേരെങ്കിലും ചിലപ്പോ പെട്ടെന്ന് വിളിച്ച് വന്നപ്പോഴത്തേക്കും വിളിച്ചെന്നുള്ള ശരിയായിരിക്കും. എന്തായാലും അവൻ തന്നെ പുഴുത്തല്ലേ സ്വന്തമായിട്ട് വിളിക്കാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു ഞാന് അമ്മമാർക്ക് വല്ലതും പറയുമ്പോ ഈ ലീഡറുടെ കാര്യം പറഞ്ഞിട്ടല്ലേ പറയുന്ന.
അപ്പൊ നമുക്ക് പറയാനുള്ള ഇത് എഞ്ചുമാൻ ഈ സിറ്റുവേഷനിൽ ഓൾറെഡി ഇടപെട്ടില്ലായിരുന്നു എന്തോ, അതുകൊണ്ടാണ് ഞാൻ അവരടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പൊ അവരെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ അവര് ഓൾറെഡി എന്തോ സിറ്റുവേഷൻ ഹോൾഡ് അല്ല അവർക്ക് ലീഡർ വന്നിട്ട് അടിച്ചാൽ മതിയല്ലേ ലീഡർ വന്നിട്ട് മൊലാലിയുടെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഇനി അടുത്ത ടെക്സാസിന് അടിക്കുമ്പോൾ മൊലാലിക്കും കൂടെ ഒന്ന് വരണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ പിന്നെ അവര് വന്നിട്ട് അടിച്ചാൽ അതുവരെ വെയിറ്റ് ചെയ്യും, കുഴപ്പമില്ല.